അപ്പം ശരിക്കും എങ്ങനെയാണ് റബ്ബർ വെട്ടുന്നത്? അതൊന്ന് കാണിച്ചു തരാമോ? ചെയ്യാലോ. ശരിക്കും പാല് കിട്ടുന്ന രീതി. ഒട്ടുപാല് പറിക്കുക ആദ്യം. അതിനുശേഷം പിൻകാന കുത്തുക. അതിന് ശേഷം മുന്നോട്ട് റബ്ബർ വെട്ടുക. റബ്ബർ വെട്ടുമ്പോൾ അതിന്റെ പാൽപ്പട്ട മുറിഞ്ഞ് വേണം വെട്ടാന്. പാൽപ്പട്ട മുറിയണം. അല്ലാതെ വെട്ടിക്കഴിഞ്ഞാൽ കറ കിട്ടൂല. തണ്ണിപ്പട്ടി പട്ട മുറിയാണ്ട് പാൽപ്പട്ട മുറിച്ച് പിന്നെ മുൻകാന പിൻകാന പിന്നെ കുത്തി വേണം റബ്ബർ വെട്ടാൻ. യഥാർത്ഥ കറ കിട്ടത്തുള്ളൂ. കത്തിയെടുത്തെടുത്ത് വേണം വെട്ടാൻ. അല്ലാണ്ട് വെച്ച് നിരക്കി വെട്ടരുത്. വെട്ടി കഴിഞ്ഞാൽ കറ കുറയും അല്ലേ? ഇങ്ങനെ എടുത്തു കുത്തി വെട്ടി അപ്പൊ പാല് ശരിക്കും യഥാർത്ഥ പാല് അതിന്റെ ഉള്ള പാല് കറക്റ്റായിട്ട് കിട്ടി. റഷീദ് എത്ര വർഷമായി മരം വെട്ടൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ 20 വർഷമായി. 20 വർഷമായി. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആയി. കുഴപ്പമില്ല. അപ്പൊ പാലുണ്ട്. മറ്റൊരു സ്ഥലം ഇല്ലേ മുകളില്? ഉണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഒരു 300 മരം 350 മരം വെട്ടുന്നുണ്ട്. അത് ന്യായമായ ഒരു ജോലിയാണ് ഒരാൾക്ക്. നന്നായി പാലും കറയും കിട്ടുന്നുണ്ട്. അതെ നന്നായി കറയും കിട്ടുന്നുണ്ട്. ഒരു ശരാശരി ഒരു 10 റബ്ബറിന് ഒരു ഷീറ്റ് വെച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ. കാരണം കുറച്ച് വെട്ടിട്ടുണ്ട് പാല് കുറവായിരിക്കും അല്ലേ? അല്ല, പട്ടയ്ക്ക് ഒരു നിശ്ചിത കട്ടിയിലാണ് റബ്ബർ വെട്ടേണ്ടത്. പിൻകാന കുത്തുന്നു, മുൻപോട്ട് എടുത്തെടുത്ത് വെട്ടുന്നു. പിന്നെ പാൽപ്പട്ട മുറിഞ്ഞ് വേണം വെട്ടാന്. പട്ട പിന്നെ കുറച്ച് നിർത്തി അല്ലെങ്കിൽ കുറച്ച് കയറ്റി വെട്ടിക്കഴിഞ്ഞാൽ മരത്തിന് ക്ഷീണം. പട്ട മൊത്തം പാൽപ്പട്ട മുറിഞ്ഞില്ലെങ്കിൽ കിട്ടൂല. ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥ കറ ആ മരത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ. റബ്ബർ കൃഷിയിൽ ഇപ്പോൾ പുതുതലമുറകളൊന്നും വരുന്നില്ല. കൃഷിയിലല്ല, ഈ ടാപ്പിങ്ങിന്. അത് പിന്നെ അവരുടെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. കാരണം 5 മണിക്കാണല്ലോ ഇത് ഇറങ്ങുന്നത്. വെളുപ്പിനാണല്ലോ ടാപ്പ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ഈ മലമ്പ്രദേശങ്ങളിൽ വെളുപ്പിനെ ടാപ്പ് ചെയ്യാൻ വയ്യാത്ത ഒരു ഇതായിട്ട് മാറി. പക്ഷേ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഇപ്പം വെട്ടം വീണേ ഇറങ്ങാൻ കഴിയുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോഴത്തേനും ടാപ്പിങ്ങുകാരൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ അത് ഉച്ചയാകും. കാരണം എന്ന് വെച്ചാൽ അവർ ഇറങ്ങുന്ന താമസിച്ചാണല്ലോ. ഒരു 300 മരം ഒരാൾക്ക് നിസ്സാരമായിട്ട് വെട്ടി ഇത് ചെയ്യാൻ പറ്റും. കറയെടുത്ത് ഷീറ്റിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് 300 മരം വെട്ടി ഇതായി കഴിഞ്ഞാൽ അവർക്ക് 1000 രൂപ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ ന്യായമായിട്ടുള്ള ഒരു കൂലി കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണേലും പുതുതലമുറകൾ ഇറങ്ങുന്നില്ല. അത് ഈ കൃഷിയെ വല്ലാണ്ട് ബാധിക്കും. ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ പോകുന്തോറും കൃഷിയിലേക്ക് ടാപ്പിങ് തൊഴിലാളികൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഈ തലമുറ തീരുമ്പോൾ പിന്നെ ചെറുപ്പക്കാരൊന്നും ഇങ്ങോട്ട് വരികയെന്നാണ് പറയുന്നത്. അതെ. ഇപ്പം കാണുന്നില്ല തീരെ. ഒരു 10-20 വയസ്സുള്ള ഒരു കുട്ടികളെ പോലും അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരാളെ പോലും ടാപ്പിംഗ് ജോലിയിലേക്ക് കാണുന്നില്ലല്ലോ. ഏറ്റവും ചുരുങ്ങി ഞങ്ങളുടെ പ്രായത്തിലുള്ളവരാണ്. ഒരു 45-50 വയസ്സായവരെ. അതിന് താഴോട്ടുള്ളവരാരും ഇല്ല, ടാപ്പിംഗ് ആരില്ല. അതെ. അപ്പം അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ്. അവർ കൃഷിയിൽ പിന്നെ ടാപ്പിംഗ് ഒക്കെ ന്യായമായ കൂലി കിട്ടുന്ന ജോലിയാണ്. തീരെ മോശമുള്ള ജോലിയല്ല. ഒരു പിന്നെ 1000 രൂപ കാശിന് ഒരാൾക്ക് ഒരു വിഷമം പോയിട്ടാണ് ജോലി ചെയ്യാൻ. വരുന്നില്ല. തലമുറ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. വെറുതെ പണിയില്ലാതെ നടക്കുന്ന ആളുകൾ പോലും ഈ ജോലിക്ക് വരുന്നില്ല. റബ്ബർ വെട്ടില്ല. അത് അവരുടെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള ഇതായിരിക്കാനും വേറെ പ്രത്യേക കാരണമൊന്നും കാണുന്നില്ല. അവര് മറ്റൊരു തൊഴിലാണ് കണ്ടെത്താൻ. അവരെല്ലാം തൊഴിലാണ്. ഇനി തൊഴിലില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പണിക്ക് ഞങ്ങളില്ല എന്നുള്ള പ്രതിജ്ഞയാണെന്ന് തോന്നുന്നു. അങ്ങനെ ശരിക്കും വെയിലടിക്കുന്ന സ്ഥലമല്ലേ ഈ മണ്ടഭാഗം? അതെ. ഇവിടെ എങ്ങനെ പാല് കുറവായിരിക്കും? ഇവിടെ ആ താഴത്തെ മരത്തിൽ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. അതെന്നാൽ കൂടുതൽ സൂര്യപ്രകാശം അടിക്കും, പെട്ടെന്ന് വീഴ്ച നിൽക്കും. കുറച്ച് തണുപ്പുള്ള ഏരിയയിലേക്കാകുമ്പോൾ കറ കൂടുതൽ കിട്ടും. സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമാകുമ്പോൾ ലേശം കുറവ് വരും. അല്പം കുറവ് വരും. പിന്നെ ഒരു തോട്ടത്തിൽ തന്നെ ഉണ്ടാകും കുറച്ച് ഏരിയയിൽ പാല് കൂടുതൽ, കുറച്ച് ഏരിയയിൽ പാല് അല്പം കുറവ്. ഇത് ആദ്യം വെട്ടുമ്പം കുഴപ്പമില്ല. സീസണിലേക്ക്, അതായത് മാർച്ചിലേക്കൊക്കെ അടുക്കുമ്പോഴാണ് ഇങ്ങനെ വെയിലടിക്കുന്നതുകൊണ്ട് കുറവ് വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലും റബ്ബർ കൃഷി വ്യാപകമാക്കിയല്ലോ. നേരത്തെയൊക്കെ കേരളത്തിലും കർണാടകത്തിലും കുറഞ്ഞ സ്ഥലങ്ങളിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ. കൃഷി ലാഭകരമാണ്. നമ്മളിവിടെ കൂലിച്ചെലവും പുതുതായിട്ട് പുതുതലമുറ ഇറങ്ങാത്തത് കൊണ്ടുമാണ് ഇവിടെ ഒരു വിഷമം.
ഈ 2 മരം നിൽക്കുന്നതിന് പാല് നന്നായിട്ടുണ്ടാവുമോ? മരത്തിന് അത് പിന്നെ 2 മരം ഇപ്പൊ അങ്ങനെ വെക്കലില്ല, നേരത്തെ വെച്ചതായിരുന്നു. അപ്പോൾ ഒരു മരത്തിന് ക്ഷീണം കണ്ടുകൊണ്ട് ആ മരത്തിന് വെച്ചാൽ 2ഉം പടർന്നു വന്നു. അപ്പൊ 2ഉം ഒരേ മോഡലായി. അതെ അതെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ 2 മരം തന്നെ വെക്കുന്നതില് വലിയ ഇതില്ല. ഇല്ല. മരത്തിന്റെ ശിഖരങ്ങൾ വളരാനൊക്കെ സൗകര്യം ഒറ്റ മരം തന്നെ വെക്കുന്നതാണ്. ഇതിന്റെ പാൽപ്പട്ട മുറിയുന്നത് എങ്ങനെയാ? പാൽപ്പട്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന് ശകലോടെ കയറ്റി വെട്ടി കഴിഞ്ഞാൽ തണ്ണിപ്പട്ട മുറിയും. ആ തൊട്ട് പുറത്തുള്ള പട്ടയാണ് പാൽപ്പട്ട. ആ തണ്ണിപ്പട്ട മുറിയരുത്, അത് മുറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ക്ഷീണമാണ്. അപ്പൊ അതിനിപ്പുറം കൊണ്ട് നിർത്തണം. ഈ കനത്തിലാ വെട്ടേണ്ടത് അല്ലേ? ഇത്രയും ഒരു പിന്നെ 10 പഴയ 10 പൈസയുടെ ഒക്കെ കട്ടി, അത്രയും മതി. മുൻവശവും കുത്തണം, പുറകുവശവും കുത്തണം. ആദ്യം പുറകുവശം കുത്തിയിട്ട് നമ്മൾ പിന്നെ മുൻവശത്തേക്കാണല്ലോ നമ്മൾ വെട്ടിച്ച് ചേരുന്നത്, അവിടെയും കുത്തുകൊള്ളും. അപ്പോൾ അതിന്റെ യഥാർത്ഥ കറ, ആ മരത്തിനുള്ള യഥാർത്ഥ കറ കിട്ടും. ഇല്ലെങ്കിൽ 2 സൈഡിൽ നിന്നുള്ള കറ കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് 2 സൈഡും കുത്തി തന്നെ വെട്ടണം. ഇപ്പൊ പാല് കുറഞ്ഞ അവസരമാണല്ലോ അല്ലേ? പലരും ടാപ്പിംഗ് നിർത്തുന്ന ടൈമായി. ഇപ്പൊ മാർച്ച് മാസമായില്ലേ. അപ്പം ആദ്യമൊക്കെ ആയിരുന്നു നന്നായി പാലുണ്ടായിരുന്നു. ആദ്യമൊക്കെ നല്ല പാലുണ്ട്. അതിന് 10 റബ്ബറിന്റെ ഒരു ഷീറ്റ് എന്നുള്ള തോതിൽ തന്നെ കിട്ടുമായിരുന്നു. അപ്പൊ അത് നേരെ പകുതിയായി മാറി. ഒരു വർഷം കൊണ്ട് എന്തോരം പട്ട തീരും? ഇത് ഈ വർഷത്തെ വിട്ട ഏകദേശം ഇതൊരു 50-60 ടാപ്പിങ്ങിന്റെ പട്ടയാണ് ഈ കാണുന്നത് അല്ലേ? ഈ കാണുന്നത് ഒരു 10 പൈസയുടെ വലിപ്പം തന്നെ കട്ടിക്കുള്ള ഇത് മതി. 10 പൈസയുടെ കട്ടി, അത്രയും പട്ട കിട്ടിയാൽ മതി. അതന്നെ. പിന്നെ ചുമ്മാ നമ്മൾ റബ്ബർ വെട്ടിയിട്ട് കാര്യമില്ലല്ലോ, വെറുതെ എടുക്കാൻ പഠിക്കണം. അതെ അതെ, തീർച്ചയായിട്ടും. കറ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ലാഭകരമാകുള്ളൂ. ഇതിപ്പോ പാൽപ്പട്ട ഇപ്പം പാൽപ്പട്ടം മുറിഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും മറ്റൊരു അല്പം തട്ടുമ്പോൾ നമുക്കറിയാം ഈ നൊട്ട് ബേക്കിൽ തണ്ണിപ്പട്ടയായി. അതുകൊണ്ടാണ് അത് മറ്റേ തട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ മുറിക്കരുത്. തണ്ണിപ്പട്ട മുറിക്കാണ്ട് ടാപ്പ് ചെയ്യാവുള്ളൂ. പിന്നെ റഷീദിന് എത്ര ഏക്കർ റബ്ബർ ഉണ്ടാവും? എനിക്ക് 5 ഏക്കർ റബ്ബറുണ്ട്. 5 ഏക്കർ റബ്ബറുണ്ട്. അതെ. ഇത് വെട്ടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായതാ? ഇത് വെട്ടാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തോളമായി. 15 വർഷമായി അല്ലേ? 2010 വെട്ടാൻ തുടങ്ങിയതാണ്. വെട്ടാൻ തുടങ്ങുമ്പം പാല് നന്നായിട്ടുണ്ടാവുമല്ലോ. 3-ാം വർഷം ആകണം ആ മരത്തിന് കറയാകണമെങ്കിൽ. 3 വർഷം ആയി കഴിഞ്ഞാലേ കറയാകും. ആദ്യത്തെ 1-2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയ്ക്ക് കട്ടിയായി വരണം. ഇതിപ്പോ ഇങ്ങോട്ടുള്ള ഈ ചായ്വ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് പാല് കൂടുതൽ കിട്ടും അല്ലേ? അതെ അതെ, എന്താണ് പറയാ, തെക്കൻ ചായ്വ് ഉണ്ടെങ്കിൽ ആ ഏരിയക്ക് പാല് ശരിക്കും കറ കൂടുതലുണ്ടാകും. അപ്പൊ റബ്ബറിന് പറ്റിയ ഒരു മണ്ണും ചരിവുമാണ്. അതെ അതെ. മലമ്പ്രദേശം ഈ ഏരിയ മുഴുവനും റബ്ബർ തോട്ടങ്ങളാണ്. ഇതിന്റെ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കശുമാൻ തോട്ടമായിരുന്നു. എല്ലാവരും റീപ്ലാന്റ് ചെയ്തിട്ട് റബ്ബർ തോട്ടങ്ങളാക്കി വെക്കുന്നത്. റബ്ബർ പിന്നെ ഒരു 200 രൂപയ്ക്ക് കുറയാണ്ട് നിൽക്കുകയാണെങ്കിൽ ലാഭകരമായ മെച്ചമാണ് കൃഷി തന്നെയാണ്. പിന്നെ സ്വന്തം ടാപ്പിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അയാൾക്ക് കിട്ടും. പിന്നെ അയാൾക്ക് പണി അന്വേഷിച്ച് ഒരു 3-4 ഏക്കർ സ്ഥലമുള്ള ഒരാൾക്ക് പുറത്ത് പണിക്ക് പോകേണ്ട ആവശ്യമില്ല. അയാൾക്ക് അതിൽ ടാപ്പ് ചെയ്യാനും എല്ലാവരും ഉണ്ടാവും. ശരി, നല്ല പ്രോത്സാഹനമാണ്. കൃഷി. ഈ റഷീദിൻ്റെ ഈ മരം നിൽക്കുന്നത് ഒരു മൊട്ട കുന്നലാണ് കേട്ടോ. നിരന്ന സ്ഥലത്തും ഉണ്ട് റബ്ബർ. എന്നാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു മൊട്ടക്കുന്നലാണ്. ഇതിൻ്റെ മണ്ടഭാഗത്ത് മാത്രം കണ്ടമാനം വെയിലടിക്കുന്ന, അന്നേരം അവിടെ ലേശം പാലിൻ്റെ കുറവുണ്ട്. എന്നാൽ ഈ ചരിവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് പാലുണ്ട്. മാർച്ചാകാൻ പോവുക, എന്നാലും അടിപൊളി പാലെന്ന് തന്നെ പറയാൻ പറ്റും. ഇദ്ദേഹത്തിന് റബ്ബർ കൃഷി മാത്രമല്ല കേട്ടോ ഉള്ളത്, ഇടവിളയായിട്ട് കൊക്കോ ചെയ്തിട്ടുണ്ട്. അതാ കാണണ്ടേ, അടിപൊളി കൊക്കോയാണ്. ഇപ്പോഴാണെങ്കിൽ നല്ല അടിപൊളി വേനല, എന്നിട്ടും കണ്ടോ പാല് കണ്ടോ? ചിരട്ടയെ നോക്കിയേ, ചിരട്ടയൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുക കണ്ടോ. അടിപൊളി പാല്. ഏറ്റവും ഉയരത്തിൽ മാത്രം കണ്ടവാനം വെയിലടിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ പാല് കുറവ്. അല്ലാത്തടത്തൊക്കെ അടിപൊളി പാല് തന്നെ. മാർച്ചാകാൻ പോവുക. റഷീദിന് ഈ റബ്ബർ കൃഷി മാത്രമല്ല ഉള്ളത്, ഇതിനിടയ്ക്ക് കൊക്കോയും വെച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, കൊക്കോ കൃഷി ഇപ്പം വളരെ ലാഭകരമാണല്ലോ. കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം 1050 രൂപ വരെ ട്രൈ ബീൻസിന് വില ഉണ്ടായിരുന്നു. ഈ 350 രൂപ 370 രൂപ വരെ
പച്ച കൊക്കോയ്ക്ക് വില ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, പിന്നെ റഷീദിന് ഒരു ബിസിനസ് ഉണ്ടല്ലോ അല്ലേ, എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഉണ്ട്. കൊക്കോ പിന്നെ വളരെ ലാഭകരമായ കൃഷിയാണ്. അത് നമ്മൾ അതിന്റെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ പ്രദേശം മുഴുവൻ എടുക്കുന്നില്ലേ? ഈ ഒരു 2-3 പഞ്ചായത്തിൽ നമ്മൾ സംഭരിക്കലുണ്ട്. എന്നിട്ട് ഉണക്കി കൊടുക്കും. എന്നിട്ട് ഡ്രൈ ആയിട്ട് കൊടുക്കും. പിന്നെ കാലവർഷത്തിൽ അവര് കമ്പനി വന്നിട്ട് പച്ച ബീൻസ് കയറ്റി കൊണ്ടുപോകും. അതെ. ഇതിപ്പോ ഈ കൃഷിയില് പിന്നെ ഇത് മെച്ചം തന്നെയാണ്. അതെ. ഈ 1 ഏക്കർ റബ്ബറിൽ നിന്നും നമുക്ക് 1 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ കൊക്കോയിൽ നിന്നും കിട്ടും. ഈ വയലറ്റ് കൊക്കോ എങ്ങനെയുണ്ട്? ഇത് നല്ല ഒരു ഇനമാണ്. ഇതൊരു വെറൈറ്റി ഇനമാണ്. പിന്നെ ഇത് കാർബറീസിൽ നിന്ന് മേടിച്ച തൈയിൽപ്പെട്ട ഒരു തൈയാണിത്. ഈ തൈക്ക് നല്ല കാവലുണ്ട്. ഒരു 100 കായ്ക്ക് മേലെ ഒരു ഇത് പ്രാവശ്യത്തെ കാവലത്തിൽ കിട്ടലുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ വില വെച്ച് നോക്കും, ഇപ്പം തന്നെ 200 രൂപയോളം പച്ചയ്ക്ക് വിലയുണ്ട്, 650 രൂപയോളം ഉണക്കയ്ക്കും വിലയുണ്ട്. അതുകൊണ്ട് ന്യായമായ വിലയുണ്ട്, അത്യാവശ്യം വിലയുള്ളതാണ്. ഒരു 500 രൂപ ഡ്രൈ ബീൻസിന് വില കിട്ടിയാൽ പോലും കൊക്കോ കൃഷി ലാഭകരമാണ്. ഇത് ഇടവേള കൃഷിയാണല്ലോ. റബ്ബറിനിടയ്ക്ക് സുഖമായിട്ട് വയ്ക്കാം. പിന്നെ ഒരു 4 റബ്ബറിനിടയ്ക്ക് ഒരു കൊക്കോ പോകും. ഒരു 50 തൈ 1 ഏക്കർ സ്ഥലത്ത് കായ കിട്ടും. കൂടുതൽ അടുപ്പിച്ച് വയ്ക്കുന്നതിലും നല്ലത് അല്പം അകലത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ കൃത്യസമയത്തുള്ള പിന്നെ ഇത് കമ്പുകളൊക്കെ കോതി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ ഒക്ടോബറിലെല്ലാം പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാവലം കൂടുന്നതാണ്. ഇതിന് വളമിടുന്നുണ്ട്. വളം ഇത് പൊട്ടാഷ്യം, യൂറിയയും പിന്നെ മസൂരി. ഈ റബ്ബറിനെ ചെയ്യുന്ന കൂട്ടത്തിൽ കൊക്കോയ്ക്കും ചെയ്യും. ഈ ചുമന്നത് നല്ല പരിപ്പുള്ളതല്ലേ? പരിപ്പുള്ള വളരെ തൊണ്ട് കെട്ടി കുറഞ്ഞ ഒരു ഐറ്റമാണ്. അല്ല, ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പിടിച്ചു കിട്ടുമല്ലോ അല്ലേ? കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. മറ്റു കൊക്കോ ഇതുപോലെ ഇതിന്റെ തന്നെ ഇത് തൈ എടുത്തിട്ട് ഇപ്പം കുറെ പാകിയിട്ടുണ്ട്. ഉണ്ടല്ലേ? വയലറ്റ് മെച്ചം തന്നെ. വയലറ്റ് മെച്ചം തന്നെയാണ്. ന്യായമായ വലിപ്പമുണ്ട്. ഒരു 5 കായ്ക്ക് 1 കിലോ പച്ച ബീൻസ് കിട്ടും. ഓക്കെ. പ്രഷർ കാണുന്നില്ലേ? റബ്ബറിനകത്ത് അടിപൊളി കൊക്കോ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ഇതുപോലെ ചെയ്യാൻ കേട്ടോ. റബ്ബർ തോട്ടം ഉള്ളവരൊക്കെ കൊക്കോ വെച്ച് കൊടുക്കുക. ഇരട്ടി ആദായമാണ്. റഷീദ് പറഞ്ഞ കേട്ടില്ലേ? ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഇടവിളയായിട്ട് കൊക്കോ വെക്കാമെന്ന്. അപ്പോൾ കണ്ടില്ലേ? കണ്ടോ? അടിപൊളി പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ? കുറച്ച് നനയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സൂപ്പർ കായായിരിക്കും. കണ്ടോ? റബ്ബറിൽ നിന്ന് പാല് കടന്നു നോക്കിയാൽ അടിപൊളി പാല്. കണ്ടോ? ചിരട്ടയൊക്കെ നിറഞ്ഞങ്ങനെ തിങ്ങി നിൽക്കുക. മിക്ക റബ്ബറിനും അടിപൊളി പാലാണ് കേട്ടോ. ഇപ്പോൾ മാർച്ച് ആകാൻ പോവാ, എന്നിട്ടും പാലിന് വലിയ കുറവൊന്നുമില്ല. തോട്ടമൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പിടിപ്പിക്കണം. നല്ല തൈ കൊണ്ട് വെക്കണം, നന്നായിട്ട് പരിപാലിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആദായം ശരിക്കും കിട്ടും. ഇടവിളയായിട്ട് കൊക്കോയോ അതുപോലുള്ള മറ്റെന്തെങ്കിലും കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. ഈ കുന്നിൻ്റെ ഒരു കുറച്ച് ഭാഗത്തൂടെ ഇനിയിപ്പോൾ കൊക്കോ വെച്ച് കൊടുക്കാനുള്ളതെന്ന് റഷീദ് എന്നോട് പറഞ്ഞു. അതും വലിയ താമസിക്കാതെ വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോ നിർത്താൻ പോവാണ് കേട്ടോ. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ. ബായ്.